പ്രിയ കൂട്ടുകാരെ, നരവേട്ട എന്ന കഥയുടെ അവസാന ഭാഗമാണിത്. ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് കഥയിലേക്ക് പോകാം. മാഡം, നിങ്ങൾ കരുതും പോലെ അവരുമായി എനിക്ക് അത്ര വലിയ പരിചയമോ ബന്ധമോ ഒന്നുമില്ല. ഒരു ദിവസം വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി ഓഫീസിനുള്ളിലേക്ക് അവർ വന്നു. ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ അകത്തെ വാഷ്റൂം ഉപയോഗിക്കാൻ പറഞ്ഞു. അന്നവർ ഹാൻഡ് ബാഗ് എൻ്റെ ടേബിളിൽ വെച്ചിട്ടായിരുന്നു പോയത്. അവർ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ആ ബാഗിന്റെ ഒരു സിബ് തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടത്. എന്തോ ഒരു കൗതുകത്തിന് ഞാൻ അതിലേക്കൊന്ന് നോക്കി. ആ ബാഗിൽ ഞാൻ കണ്ട കാഴ്ച ശരിക്കും എന്നിൽ ചെറിയൊരു സംശയം ജനിപ്പിച്ചു. കാരണം അതിൽ നിറയെ 2000-ന്റെ നോട്ടുകെട്ടുകളായിരുന്നു. അതുമാത്രമല്ല, തിരികെ വന്നപ്പോൾ ഞാൻ ആ പണം കണ്ടു എന്നത് മനസ്സിലാക്കിയ അവർ ചെറുതായൊന്ന് പരിങ്ങുകയും പെട്ടെന്ന് ഒന്നും പറയാതെ ബാഗും എടുത്ത് പോവുകയും ചെയ്തു. ഇതാണ് മാഡം അന്ന് നടന്നത്. അല്ലാതെ എനിക്കവരറിയില്ല. ആദ്യം ഞാൻ അറിയില്ലെന്ന് പറഞ്ഞത് എന്തെങ്കിലും കേസൊക്കെ വന്നാലോ എന്നോർത്താണ്. എൻ്റെ ജോലി പോകും. വീട്ടിലെൻ്റെ ഏക വരുമാനമാണ്. സ്മിത പറഞ്ഞത് മുഴുവൻ കേട്ടുകഴിഞ്ഞ് ലേഖ ഒന്ന് മൂളി. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അന്ന് ഞാൻ വീണ്ടും വരും. അപ്പോൾ പിന്നെ രീതി ഇതാകില്ല, ഓർമ്മയുണ്ടാകണം. തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. ഇതും പറഞ്ഞുകൊണ്ട് ലേഖ പുറത്തേക്ക് ഇറങ്ങിയതും മൊബൈലിൽ CI റിയാസിന്റെ കോളെത്തി. ഹലോ റിയാസ്, എന്തായി? ഓക്കെ, ഞാൻ ഉടനെ തന്നെ എത്താം. കോള് കട്ടാക്കിയ ശേഷം ലേഖ വിനോദിന് നേരെ തിരിഞ്ഞു. വിനോദ്, അവരെ കിട്ടിയിട്ടുണ്ട്. തൽക്കാലം ഞാൻ വിനോദിനെ ഇവിടെ വിട്ടിട്ട് പോവുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ, സ്മിത പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ അഞ്ജലി അത്രയും പണവുമായി ഇവിടെ എത്തിയത് ഉറപ്പായും ആ ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടി തന്നെയാകണം. അങ്ങനെ നോക്കുമ്പോൾ ഈ അടുത്തെവിടെയെങ്കിലും തന്നെയാകണം അവൾ വന്നിട്ടുണ്ടാവുക. താൻ ചെയ്യേണ്ട കാര്യം ആ പയ്യനോട് ഒന്നുകൂടി സംസാരിച്ച ശേഷം അത്തരത്തിലൊരു ഡീൽ നടക്കാൻ സാധ്യതയുള്ള ഇവിടുത്തെ സ്ഥലങ്ങൾ എല്ലാം തന്നെ നോട്ട് ചെയ്യുക. എന്റെ വിശ്വാസം ശരിയായാൽ റിയാസ് കൊണ്ടുവന്നവരിൽ നിന്ന് നമുക്കൊരു ലീഡ് കിട്ടും. അങ്ങനെയെങ്കിൽ നാളെ കൊണ്ട് ഈ കേസ് അവസാനിക്കും. കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോർ തുറന്ന് കാറിലേക്ക് കയറുന്നതിനിടയിൽ ലേഖ വിനോദിനെ അടുത്തേക്ക് വിളിച്ച ശേഷം അയാളുടെ കയ്യിലേക്ക് ഒരു ജോഡി ഇയർഡോട്സ് വെച്ചു കൊടുത്തു. കോൾ ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്താൽ മതി. അതുപോലെ ഇപ്പോൾ മുതൽ ഇത് കണക്റ്റാക്കി വെക്കണം. ഒരേ സമയം 2 ചെവിയിലും വെക്കരുത്. ഒരെണ്ണം എപ്പോഴും പോക്കറ്റിൽ സേഫാക്കി വെച്ചിരിക്കണം. അതുപോലെ വിനോദ്, ബി കെയർഫുൾ. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യരുത്. ആവശ്യം വന്നാൽ ഗണ്ണ് യൂസ് ചെയ്യാൻ മടിക്കണ്ട. ഓക്കെ മാഡം. ലേഖയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അറ്റൻഷനായി വിനോദ് സല്യൂട്ട് ചെയ്തു. നിമിഷങ്ങൾ കഴിഞ്ഞതും പൊടി പറത്തിക്കൊണ്ട് കാർ മെയിൻ റോഡിലേക്ക് ഇറങ്ങി ലേഖയുടെ ഓഫീസ് ലക്ഷ്യമാക്കി കുതിച്ചു. അതേസമയം കൊല്ലം അഡ്വഞ്ചർ പാർക്കിലെ ആളൊഴിഞ്ഞ മരച്ചുവട്ടിൽ ഇരുന്നവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു. അല്പസമയം നീണ്ട മൗനത്തിനു ശേഷം മറ്റാരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അയാൾ പതിയെ സംസാരിച്ചു തുടങ്ങി. നമ്മുടെ ജോലി തീർക്കാൻ നമുക്ക് ഇന്നത്തെ രാത്രി കൂടി മതിയാകും. പക്ഷേ നമ്മുടെ കണക്കുകൂട്ടലുകൾ എവിടെയോ തെറ്റി. പത്രങ്ങളിലോ വാർത്തകളിലോ ജാസ്മിന്റെ കൊലപാതകത്തെ പറ്റിയോ പോലീസ് അന്വേഷണത്തെ പറ്റിയോ യാതൊന്നും തന്നെ വരുന്നില്ല. എന്നാൽ അതിന്റെ അർത്ഥം പോലീസ് അത് മറന്നു എന്നതല്ല. കാരണം ACP ലേഖ വളരെ സമർത്ഥയായ ഒരു ഓഫീസറാണ്. അവർ ഇതുവരെ അന്വേഷിച്ച എല്ലാ കേസുകളുടെയും ഒരു രീതിയും അതുതന്നെയാണ്. പത്രക്കാർക്ക് കഥ മെനയാനോ ചർച്ച നടത്താനോ അവർ ഒന്നും തന്നെ ഇട്ടുകൊടുക്കാറില്ല. വളരെ രഹസ്യമായിരിക്കും അന്വേഷണം മുഴുവൻ. ജാസ്മിന്റെ കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ വെച്ച് നമ്മളിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. പക്ഷേ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഇന്നത്തെ ഒരു രാത്രി നമ്മുടെ അവസാനത്തെ ഇരയായ അഞ്ജലിയെ കൂടി ഇല്ലാതാക്കി നമുക്കിവിടം വിടണം. നമ്മളെ സഹായിക്കാത്ത ഒരു നിയമത്തിന്റെയും ഒരു പോലീസിന്റെയും മുൻപിൽ നമ്മൾ തോൽക്കാൻ പാടില്ല. അത് പറഞ്ഞു നിർത്തുമ്പോൾ അയാളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു തൊടുത്തു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കണ്ണുകളിൽ പകയെരിഞ്ഞു കത്തി. ധൃതിയിൽ ഓഫീസിലേക്ക് കയറി വന്ന ലേഖയെ കണ്ടതും റിയാസ് ഉൾപ്പെടെ എല്ലാവരും അറ്റൻഷനായി സല്യൂട്ട് ചെയ്തു. റിയാസ്, എവിടെയവർ? ഇൻട്രോഗേഷൻ റൂമിലുണ്ട് മാഡം. ലേഖയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് റിയാസ് ആ മുറി ലക്ഷ്യമാക്കി നടന്നു. പുറകിലായി ലേഖയും. പെട്ടെന്ന് മുറിക്കുള്ളിലേക്ക് കയറി വന്ന അവരെ കണ്ടതും അവിടെയിരുന്ന 2 പേർ ഭീതിയോടെ എഴുന്നേറ്റ് നിന്നു. അവരെ അടിമുടിയൊന്ന് നോക്കിയ ശേഷം ലേഖ ഒരു കസേരയിലേക്ക് ഇരുന്നു. കുറച്ച് ചോദ്യങ്ങൾ, അതിന് വ്യക്തമായ ഉത്തരങ്ങൾ തന്നാൽ വന്ന പോലെ നിങ്ങൾക്ക് തിരികെ പോകാം. അതല്ല പൊട്ടം കളിയെടുത്താൽ രണ്ടിന്റെയും നടു ഞാൻ ചവിട്ടി ഒടിക്കും. രണ്ടാമത്തെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പെട്ടെന്നുള്ള ലേഖയുടെ ഭാവമാറ്റവും ഭീഷണിയും അവരെ ശരിക്കും ഒന്ന് ഞെട്ടിച്ചു. അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന 4 സ്ത്രീകൾ, അഞ്ജലി, വർഷ, സൂസൻ, ജാസ്മിൻ എന്നിവരെ നിങ്ങൾക്ക്
നേരിട്ട് പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? ചോദ്യത്തോടൊപ്പം തന്നെ ലേഖ അവരുടെ 4 പേരുടെയും ഫോട്ടോ എടുത്ത് അവരെ കാണിച്ചു. മാഡം, ഇവരെ ഞങ്ങൾ ആദ്യമായും അവസാനമായും കണ്ടത് ട്രിവാൻഡ്രത്ത് വെച്ച് നടന്ന മീറ്റപ്പിലാണ്. അത് കേട്ടതും ലേഖയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. ഏകദേശം 1 വർഷത്തോളമാകുന്നു ആ മീറ്റപ്പ് കഴിഞ്ഞിട്ട്. പിന്നെ എങ്ങനെ ഇത്ര കൃത്യമായി നിങ്ങൾ ഇവരുടെ മുഖം ഓർക്കുന്നു? ലേഖയുടെ ചോദ്യം കേട്ടതും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവർ തുടർന്നു. മാഡം, അന്നത്തെ പ്രോഗ്രാം തുടങ്ങി ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. പെട്ടെന്ന് ഒരു വലിയ ബഹളം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഇവർ 4 പേരും കൂടി കാറ്ററിങ്ങിന് വന്ന ഒരു പയ്യനെ തല്ലുന്നതാണ് കണ്ടത്. കാര്യം ചോദിച്ചപ്പോഴാണ് അയാൾ ഇതിലൊരു പെണ്ണിനോട് അപമര്യാദയായി പെരുമാറിയെന്ന് അറിയാൻ കഴിഞ്ഞത്. പലതും പറഞ്ഞിട്ടും അവർ പിന്നെയും അയാളെ തല്ലുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ എങ്ങനെയൊക്കെയോ സംസാരിച്ച് ആ പ്രശ്നം സോൾവ് ആക്കി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ 4 പേരും അവിടെ നിന്നും പോയി. പിന്നീട് അവരെപ്പറ്റി ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും അവർ ഗ്രൂപ്പിലുണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലായത് അന്നാണ് മാഡം. ഏതായിരുന്നു ആ കാറ്ററിംഗ് ഗ്രൂപ്പ്? അപ്പോഴേക്കും ലേഖയുടെ അടുത്ത ചോദ്യം എത്തിയിരുന്നു. സ്പൈസി ഇവന്റ്സ്. എൻ്റെ ഒരു സുഹൃത്താണ് മാഡം അതിൻ്റെ ഓണർ. അതിലൊരാൾ ലേഖയ്ക്ക് മറുപടി നൽകി. സ്പൈസി ഇവന്റ്സ്. ഒന്നുകൂടി ആ പേര് ഉച്ചരിച്ചുകൊണ്ട് ലേഖ റിയാസിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ റിയാസ് മുറിയുടെ ഡോർ തുറന്ന് പുറത്തേക്ക് പോയതും ലേഖ ചോദ്യങ്ങളിലേക്ക് തിരിഞ്ഞു. അന്ന് ആ പ്രോഗ്രാം നടത്താനുള്ള പണമൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ നിന്നും പിരിച്ചതാണോ? അല്ല മാഡം, ആ പ്രോഗ്രാം നടത്താനുള്ള ആഗ്രഹം ഞങ്ങളോട് പങ്കുവച്ചത് ഗ്രൂപ്പിലെ ഒരു മെമ്പറായിരുന്നു. അവരുടെ പേര് ലീലാമ്മ വർഗീസ്. ഒരു റിട്ടയർഡ് കേന്ദ്ര സർക്കാർ ജീവനക്കാരിയായിരുന്നു. അവർ അവിവാഹിത ആണെന്നും തനിച്ചാണ് താമസമെന്നും ജീവിതത്തിൽ ബാക്കിയുള്ള നാളുകൾ സന്തോഷമായിരിക്കണം, അതിനുവേണ്ടി പണം എത്ര വേണമെങ്കിലും ചെലവാക്കാമെന്നും അവർ പറഞ്ഞു. അങ്ങനെ ആ കാര്യം ഞങ്ങൾ ഗ്രൂപ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് പേർ അതിനെ അനുകൂലിച്ച് താല്പര്യം പ്രകടിപ്പിച്ചു. പിന്നീട് അധികം വൈകാതെ ആ പ്രോഗ്രാം നടത്തുകയായിരുന്നു. അവർ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നാണോ? എത്ര ആയിരുന്നു എമൗണ്ട്? അല്ല മാഡം, അവർ ആ പണം എൻ്റെ കയ്യിൽ തരികയായിരുന്നു. 1,00,000 രൂപ. അതിലൊരുവൻ മറുപടി പറഞ്ഞതും ലേഖ ഇരുന്നിടത്തു നിന്നും ചാടി എണീറ്റു. അവന്റെ കരണമ്പുക ചരണം കൊടുത്തു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ കുളഞ്ഞുപോയ അവൻ 2 ചുവട് പിന്നിലേക്ക് വേച്ചുപോയി. എടാ, ആരെങ്കിലും കുറെ പണം തന്നാൽ നീയൊക്കെ എന്തു ഉളത്തരവും കാണിക്കും അല്ലേ? അവർ ആരാണെന്നോ എന്താണെന്നോ നിനക്കൊന്നും അറിയില്ല. പിന്നെ എന്തുറപ്പിന്മേലാ നീയൊക്കെ ആ പണം വാങ്ങി പേക്കൂത്ത് നടത്തിയത്? പെട്ടെന്ന് ശബ്ദവും ബഹളവും കേട്ട് അകത്തേക്ക് വന്ന റിയാസ് കണ്ടത് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നിൽക്കുന്ന ലേഖയെയാണ്. മാഡം, ആ കാറ്ററിംഗ് സർവീസ് ഇപ്പോഴുമുണ്ട്. പിന്നെ ഇവർ പറഞ്ഞ ആ പയ്യനെ അവർ അന്ന് തന്നെ പുറത്താക്കി. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൻ ദുബായിലേക്ക് പോവുകയും ചെയ്തു. അന്വേഷിച്ചപ്പോൾ ആളിപ്പോഴും ദുബായി തന്നെയാണെന്നാണ് അറിഞ്ഞത്. റിയാസ് പറഞ്ഞത് കേട്ട് ഒന്ന് മൂളിയ ശേഷം ലേഖ അടിയും വാങ്ങി കവളം തിരുമ്മിക്കൊണ്ട് നിൽക്കുന്നവന്റെ അടുത്തേക്ക് ചെന്നു. നീ പറഞ്ഞ സ്ത്രീയെ കണ്ടാൽ ഇനി തിരിച്ചറിയുമോ? അതുപോലെ അവരിപ്പോഴും ഗ്രൂപ്പിൽ തന്നെയുണ്ടോ? അന്നാ പ്രശ്നമുണ്ടായത് ഞങ്ങളുടെ പിടിപ്പുകേടാണെന്ന് പറഞ്ഞ് അവർ ഗ്രൂപ്പിൽ നിന്ന് പോയി. പിന്നെ നോക്കിയപ്പോൾ ആ അക്കൗണ്ട് പോലും ഡിലീറ്റ് ആക്കിയിരുന്നു മാഡം. കിട്ടിയ അടിയുടെ പുകച്ചിൽ അപ്പോഴും മാറാത്തത് കൊണ്ട് തന്നെ അവൻ വിക്കിയാണ് അതിന് മറുപടി പറഞ്ഞത്. റിയാസ്, ഇവന്മാരെ കൊണ്ടുപോയിട്ട് പറയുന്നത് വെച്ച് ഒരു സ്കെച്ച് വരപ്പിക്ക്, എന്നിട്ട് പറഞ്ഞു വിട്ടേക്ക്. പിന്നെ പോകുന്ന വഴിക്ക് മറ്റവന് കൂടി ഒന്ന് കൊടുത്തേക്ക്. അല്ലെങ്കിൽ കിട്ടിയവനതൊരു വിഷമമാകും. അവൻ്റെയൊക്കെ കുറെ ഗ്രൂപ്പും കോപ്പും. ഇവിടെ നിന്നിറങ്ങിയാൽ ആ നിമിഷം സകലതും നിർത്തിക്കോണം. ഇല്ലേൽ ഇനി നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ കിട്ടിയ ഒന്നിൽ നിൽക്കില്ല. മനസ്സിലായോടാ? മനസ്സിലായെന്ന മട്ടിൽ തലയിളക്കിക്കൊണ്ട് അവർ റിയാസിന്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങിയതും ലേഖയുടെ മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി. ഡിസ്പ്ലേയിൽ കമ്മീഷണർ അൻവറിന്റെ നമ്പർ കണ്ടതും ലേഖ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ലേഖ, ബാംഗ്ലൂരിൽ നിന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്നത് ജാസ്മിൻ ജോലി ചെയ്തിരുന്നത് അവിടുത്തെ ഒരു വലിയ കൺസൾട്ടിംഗ് കമ്പനിയിലായിരുന്നു. എല്ലാവിധ പരസ്യ കമ്പനികൾക്കും സിനിമകൾക്കും നായികാവാൻ പറ്റിയ പുതിയ മോഡൽസിനെ നൽകിക്കൊണ്ടിരുന്നത് അവരാണ്. പക്ഷേ ഒരു ദിവസം അവരുടെ ഓഫീസ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു മലയാളി പെൺകുട്ടി ചാടി ആത്മഹത്യ ചെയ്തു. അതൊരു വലിയ ഇഷ്യൂ ആവുകയും പോലീസ് ആ കേസ് അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ ആ കമ്പനി മുതലാളിമാർ പൊളിറ്റിക്കൽ ലെവലിൽ പ്രഷർ ചെലുത്തി ആ കേസ് ഒതുക്കി തീർത്തു. അന്ന് ആ കേസ് അന്വേഷിച്ച SI പറയുന്നത് അതിന്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടായിരുന്നുവെന്നും അവർ നടത്തിയിരുന്നത് വെറും മോഡൽ സപ്ലൈ മാത്രമല്ല എന്നുമൊക്കെയാണ്. പക്ഷേ കേസ് കൂടുതൽ മുൻപോട്ട് കൊണ്ടുപോകാനോ
തെളിവുകൾ ശേഖരിക്കാനോ അവർക്കായില്ല. അന്ന് പോലീസ് ചോദ്യം ചെയ്തവരിൽ ജാസ്മിനും ഉണ്ടായിരുന്നു. അതവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇതിൽ കൂടുതലായൊന്നും കർണാടക പോലീസിനും പറയാനില്ല. പിന്നെ അന്ന് മരിച്ച പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ വാട്സപ്പിലേക്ക് അയച്ചു തരാം. ഓക്കെ സർ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ആ കോള് കട്ട് ചെയ്തപ്പോഴേക്കും ലേഖയുടെ മനസ്സിലെ ചിത്രം ഒരു ഏകദേശ രൂപം കൈവരിച്ചിരുന്നു. അപ്പോഴേക്കും അകത്ത് കയറി വന്ന റിയാസ് തന്റെ കയ്യിലിരുന്ന ചിത്രം ലേഖയുടെ കയ്യിലേക്ക് കൊടുത്തു. ഏകദേശം 40നും 45നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന വെളുത്തു മെലിഞ്ഞ മുഖത്ത് വലിയൊരു കണ്ണട വെച്ച സ്ത്രീരൂപം. അല്പസമയം അതിലേക്ക് തന്നെ നോക്കി നിന്ന ശേഷം ലേഖ മൊബൈലെടുത്ത് വാട്സപ്പ് ഓൺ ചെയ്തു. അൻവറിന്റെ മെസ്സേജ് റിയാസിനെ കാണിച്ചു. റിയാസ്, ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള സകല വിവരങ്ങളും എനിക്ക് വേണം, എത്രയും വേഗം. സമയം അതിവേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഓഫീസ് മുറിയിൽ അക്ഷമയായി ലേഖ റിയാസിന്റെ വരവിനായി കാത്തിരുന്നു. വീട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടും ലേഖയ്ക്ക് അതിനായില്ല. അതുകൊണ്ട് തന്നെ സുദീപിനെ വിളിച്ച് വരാൻ വൈകുമെന്ന് ലേഖ അറിയിച്ചിരുന്നു. അത്രയും സമയമായിട്ടും വിനോദിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസും കിട്ടാത്തതിന്റെ നിരാശയും ലേഖയുടെ മുഖത്ത് പ്രകടമായിരുന്നു. സമയം പോകുന്തോറും എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ലേഖയുടെ മനസ്സിനെ അപ്പോഴേക്കും കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. പതിവില്ലാതെ പകൽ വളരെ വേഗം തന്നെ രാത്രിക്ക് വഴിമാറിയെന്ന് അവർക്ക് തോന്നി. ഓരോ നിമിഷവും പുറത്തു കനക്കുന്ന ഇരുട്ടിലേക്ക് ജനാലയുടെ നോക്കി നിന്ന ലേഖയുടെ മനസ്സിൽ സംശയങ്ങളുടെയും ചോദ്യങ്ങളുടെയും ഒരു വേലിയേറ്റം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മുറിയുടെ പുറത്ത് റിയാസിന്റെ ശബ്ദം കേട്ടതും ലേഖയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അനുവാദം വാങ്ങി അകത്തേക്ക് കയറി വന്ന റിയാസ് തന്റെ കയ്യിലിരുന്ന ചില പേപ്പറുകൾ ലേഖയ്ക്ക് കൈമാറിക്കൊണ്ട് താൻ അറിഞ്ഞ വിവരങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. മാഡം, ആ കുട്ടിയുടെ പേര് ആഗ്നസ് റാഫേൽ. ഒരു സഹോദരിയുണ്ട്, പേര് അലിമ റാഫേൽ. അച്ഛൻ റാഫേൽ, അമ്മ ലിയോണ. ഫോർട്ട് കൊച്ചിയാണ് സ്വദേശം. പ്രണയവിവാഹമായിരുന്നു അവരുടേത്. പറയത്തക്ക ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും അവർക്കില്ല. ആ കുട്ടികൾക്ക് 4 വയസ്സുള്ളപ്പോൾ നടന്ന ഒരു വാഹന അപകടത്തിൽ റാഫേലും ലിയോണയും കൊല്ലപ്പെട്ടു. പക്ഷേ ആ കുട്ടികളും ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിനുശേഷം അവർ വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ തന്നെയുള്ള ഒരു അനാഥാലയത്തിലായിരുന്നു. അങ്ങനെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ അലീമ കാനഡയിലേക്ക് പോയി. ആഗ്നസ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ അഭിനയ മേഖലയിൽ എത്തിപ്പെടാൻ മോഡലിംഗുമായി ബാംഗ്ലൂരിലേക്കും. എന്നാൽ അധികം വൈകാതെ തന്നെ എല്ലാവരും അറിഞ്ഞത് ആഗ്നസിന്റെ മരണവാർത്തയാണ്. ആഗ്നസിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് അലീമ നാട്ടിലെത്തിയിരുന്നു. ഏകദേശം 1.5 മാസത്തോളം അലീമ നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം അവൾ തിരികെ കാനഡയിലേക്ക് പോയി. പിന്നീട് ഒരിക്കലും തിരികെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും അവൾ ആഴ്ചയിൽ അനാഥാലയത്തിലേക്ക് വിളിക്കുകയും സംസാരിക്കുകയും കൃത്യമായി പണം അയച്ചു കൊടുക്കാറുമുണ്ട്. അവിടുത്തെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കാനഡ നമ്പറിൽ നിന്നും കോൾ വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മാഡം. പിന്നെ ഒരു പ്രോബ്ലം ഉള്ളത്, ഇത്രയും വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ അലീമ യാത്ര ചെയ്തതിന്റെ വിവരങ്ങൾ കിട്ടുക വലിയ പ്രയാസമാണ്. ഇനി അഥവാ കിട്ടിയാൽ തന്നെ അതിനൊരുപാട് സമയമെടുക്കും. ഓക്കെ റിയാസ്, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അലീമയുടെ ഫോട്ടോസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇനിയൊരു പക്ഷേ അവളാണ് ഇതിന്റെ പിന്നിലെങ്കിലോ? ലേഖയുടെ സംശയം കേട്ടതും അത് ദൂരീകരിക്കാൻ എന്നോണം റിയാസ് തന്റെ മൊബൈൽ ഗാലറിയിലെ ഒരു ഫോട്ടോ ലേഖയെ കാണിച്ചു. മാഡം, ഇത് തന്നെയാണ് അലീമയും. വാട്ട്? ഇതെങ്ങനെ അലീമയാകും റിയാസ്? ഇത് അൻവർ സാർ അയച്ചു തന്ന ആഗ്നസിന്റെ ഫോട്ടോ അല്ലേ? അതെ മാഡം, ആഗ്നസ് തന്നെയാണ് അലീമ, അലീമ തന്നെയാണ് ആഗ്നസ്. അവർ ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. എക്സാക്റ്റ് കോപ്പി. ഓ റിയലി? യെസ് മാഡം. റിയാസ്, ഇവൾ തന്നെയാണ് നമ്മുടെ സസ്പെക്ട്. ഇവൾക്ക് തന്നെയാണ് വ്യക്തമായ മോട്ടീവ് ഉള്ളതും. ലേഖ അത് പറഞ്ഞുകൊണ്ട് പേശപ്പുറത്ത് ആഞ്ഞടിച്ചു. ബട്ട് മാഡം, നമ്മുടെ അന്വേഷണ പ്രകാരം അലീമ ഇപ്പോഴും ഉള്ളത് കാനഡയിലല്ലേ? പോരാത്തതിന് അവളിപ്പോഴും ഓഫനേജിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നുമുണ്ട്. റിയാസ് തന്റെ സംശയം മറച്ചുവെച്ചില്ല. അല്പസമയം എന്തോ ഒന്ന് ആലോചിച്ച ശേഷം ലേഖ റിയാസിനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തുടർന്നു. റിയാസ്, മിസ്സിംഗ് ആയിരിക്കുന്ന 4 പേരുടെ നമ്പറിലേക്കും ഇന്റർനെറ്റ് കോളുകൾ വന്നിട്ടുണ്ട്. അതിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശ്രമിച്ചെങ്കിലും ഓരോ മിനിറ്റിലും അതിന്റെ ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ സാധിച്ചിട്ടില്ല. സോ അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്നവർക്ക് കാനഡ നമ്പറിൽ നിന്നും ഒരു കോൾ ചെയ്യാനാണോ പ്രയാസം? അത് മാത്രമല്ല റിയാസ്, എവിടെയോ എന്തോ ഒന്ന് മിസ്സായതുപോലെ. ലേഖ ഈർഷ്യത്തോടെ തലകുടഞ്ഞുകൊണ്ട് അന്നത്തെ മുഴുവൻ കാര്യങ്ങളും ഒന്നുകൂടി ഓർത്തെടുത്തുകൊണ്ട് ആ മുറിയിലൂടെ ഒന്ന് നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ലേഖ ഷെൽഫിനടുത്തേക്ക് വേഗത്തിൽ നടന്നു.
ഷെൽഫിൽ നിന്നും ഒരു ഫയൽ എടുത്ത് തുറന്ന ശേഷം അതിൽ നിന്നും വിനോദ് കൊണ്ടുതന്ന സ്കെച്ച് പുറത്തേക്കെടുത്ത് ടേബിളിന് മുകളിൽ വെച്ചു. അതിനോട് ചേർത്ത് തന്റെ മൊബൈലും വെച്ച ശേഷം ഗാലറിയിൽ നിന്നും ആഗ്നസിന്റെ ഫോട്ടോ ഓപ്പൺ ചെയ്തു. 2 ചിത്രങ്ങളിലേക്കും നോക്കി നിൽക്കവേ ഒരു നിമിഷം ലേഖയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. അത് ശ്രദ്ധിച്ചുകൊണ്ട് ആകാംക്ഷയോടെ അതിലേക്ക് നോക്കിയ റിയാസും ഒന്ന് ഞെട്ടി. സ്കെച്ചിലെ അല്പം മാറ്റങ്ങൾ ഒഴിവാക്കിയാൽ ഇത് രണ്ടും ഒരാൾ തന്നെ അല്ലേ റിയാസ്? സോ ഇതാണ് നമ്മൾ അന്വേഷിക്കുന്ന കില്ലർ, അലീമ റാഫേൽ. ഒന്നുകിൽ അവൾ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ അവൾക്ക് ഇവിടെയോ ഇന്ത്യക്ക് പുറത്തോ സഹായികളും ഉണ്ടാകാം. അവളുടെ മോട്ടീവ് പ്രതികാരം തന്നെയാണ്. കാരണം കർണാടക പോലീസ് പറയുന്നത് പോലെ ആഗ്നസിന്റെ മരണത്തിൽ ജാസ്മിനും അവൾ ജോലി ചെയ്തിരുന്ന കമ്പനിക്കും പങ്കുണ്ടായിരിക്കണം. പക്ഷേ ജാസ്മിനൊപ്പം ബാക്കി 3 പേർ കൂടി എങ്ങനെ എത്തിയെന്നതാണ് ഇപ്പോഴത്തെ സംശയം. ആഗ്നസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവർ 3 പേരുടെയും പേരുകൾ എങ്ങും പരാമർശിച്ചിട്ടുമില്ല. സോ ആ സംശയങ്ങളെല്ലാം തന്നെ തീരണമെങ്കിൽ അലീമ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലെത്തുക തന്നെ വേണം റിയാസ്. റിയാസ്, വിനോദിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയൂ. അതുപോലെ വിനോദിനോട് തിരികെ പോകാനും പറഞ്ഞോളൂ. പിന്നെ അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ വിളിച്ച് വിനോദ് എവിടെയാണോ ഉള്ളത് അവിടെ നിന്നും പിക്ക് ചെയ്ത് ഇവിടെ എത്തിക്കാനും പറയണം. അപ്പോഴേക്കും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അൻവർ സാറുമായി ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. റിയാസിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം മൊബൈലിൽ കമ്മീഷണർ അൻവറിന്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് ലേഖ പുറത്തേക്കിറങ്ങി. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മടങ്ങിയെത്തിയ ലേഖ കണ്ടത് പരിഭ്രാന്തിയോടെ നിൽക്കുന്ന റിയാസിനെയാണ്. മാഡം, വിനോദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. ചാർജ് തീർന്ന് ഓഫായതാണോ എന്നറിയില്ല. നോ റിയാസ്, അങ്ങനെ ചാർജ് തീർന്നതാണെങ്കിൽ വിനോദ് അത് ഏതെങ്കിലും വിധത്തിൽ നമ്മളെ അറിയിക്കും. ഐ ഫീൽ സംതിങ് റോങ്. ഒട്ടും സമയം പാഴാക്കാതെ തന്നെ ലേഖ സൈബർ സെല്ലിലേക്ക് കോൾ ചെയ്തു. വിനോദിന് താൻ നൽകിയ ഇയർ ഡോട്ട്സിലെ GPS ട്രാക്ക് ചെയ്യുവാനും വിനോദിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും ഓർഡർ കൊടുത്തു. അതേസമയം കൈകാലുകൾ ബന്ധിച്ച് വായിൽ ടേപ്പ് ഒട്ടിച്ച അവസ്ഥയിൽ വിനോദ് എവിടെയാണെന്ന് പോലും മനസ്സിലാക്കാതെ നിലത്ത് കിടന്ന് ഒന്നും പൊളഞ്ഞു. ശരീരം കുത്തിക്കീറുന്ന പോലെയുള്ള വേദനയിൽ ഒരു ചെറിയ ഞരക്കത്തോടെ വിനോദ് ഒരു വശത്തേക്ക് തിരിഞ്ഞതും മൂക്കിലേക്ക് തുളഞ്ഞു കയറിയ കൊഴുത്ത രക്തത്തിന്റെ ദുർഗന്ധത്തിൽ അവൻ ഒന്നോക്കാനിച്ചു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് കണ്ണുകൾ ഉയർത്തി നോക്കിയ വിനോദ് ആ കാഴ്ച കണ്ട് നടുങ്ങി. പൂർണ്ണ നഗ്നയായി തല കീഴായി തൂങ്ങിയാടുന്ന ഒരു സ്ത്രീ. അതിന്റെ മുൻപിലായി കറുത്ത കോട്ട് ധരിച്ച് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ. അയാളുടെ കയ്യിൽ വലിയൊരു ചുറ്റിക. ഒന്നുകൂടി കണ്ണ് ചിമ്മി തുറന്ന വിനോദ് ഒരു ഞെട്ടലോടെ അത് തിരിച്ചറിഞ്ഞു. ആ സ്ത്രീരൂപം അത് അഞ്ജലി തന്നെയാണെന്നുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ വിനോദ് നിലത്ത് കിടന്നുകൊണ്ട് കയ്യിലെ കെട്ടുകൾ അഴിക്കാൻ ഒരു വിബല ശ്രമം നടത്തി. തലയ്ക്ക് പിന്നിലായി കിട്ടിയ അടിയുടെ മരവിപ്പ് അപ്പോഴും വിനോദിനെ വിട്ടുമാറിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ദയനീയമായി കണ്ടു നിൽക്കാനേ അയാൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ. മരണഭീതിയിൽ വിളറി വിറങ്ങലിച്ച അഞ്ജലിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നുകൊണ്ടയാൾ കയ്യിലിരുന്ന വലിയ ചുറ്റിക നിലത്തുരച്ച് ഒരു ശബ്ദമുണ്ടാക്കി. അത് കേൾക്കുമ്പോൾ അഞ്ജലിയിൽ പ്രതിഫലിക്കുന്ന ഞെട്ടൽ ആസ്വദിച്ചുകൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വീണ്ടും അതേ പ്രവൃത്തി ആവർത്തിച്ചു. അഞ്ജലിയുടെ മുഖത്തെ ഭയം അയാളിൽ വല്ലാത്തൊരു ഉന്മാദം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അല്പസമയത്തിനു ശേഷം അയാൾ പതിയെ അഞ്ജലിയുടെ മുഖത്തിനു നേരെ കുനിഞ്ഞ് അവളുടെ വായിലെ ടേപ്പ് ഇളക്കി മാറ്റിയതും അഞ്ജലി അലറി വിളിച്ചു. അത് കണ്ടതും അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അയാളുടെ അട്ടഹാസം ആ മുറിയുടെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അയാളുടെ മുഖഭാവം മാറി. ക്രൂരമായൊരു ഭാവം അയാളിലേക്ക് വന്നു ചേർന്നു. അടുത്ത നിമിഷം അയാൾ 2 കൈയും ചേർത്ത് പിടിച്ച് ചുറ്റിക മുകളിലേക്ക് ഉയർത്തി. ഞൊടിയിടയിൽ ആ ചുറ്റിക വായുവിലൂടെ ചീറിപ്പാഞ്ഞ് അഞ്ജലിയുടെ തല ലക്ഷ്യമാക്കി വന്നതും അഞ്ജലി സകല ശക്തിയുമെടുത്ത് അലറിക്കരഞ്ഞു. ആ കാഴ്ച കാണാൻ മനക്കരുത്തില്ലാതെ വിനോദ് കണ്ണുകൾ മുറുക്കിയടച്ച് നിലത്തേക്ക് മുഖം ചേർത്തു. അതേസമയം 4 വണ്ടികളിലായി ലേഖയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. മുൻപോട്ടുള്ള അവരുടെ യാത്ര സൈബർ സെല്ലിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു. വിനോദിന്റെ കൈവശമുണ്ടായിരുന്ന GPS കൃത്യമായി ട്രാക്ക് ചെയ്തിരുന്നതിനാൽ വളരെ വേഗം തന്നെ അവർ അതിനോട് അടുത്തുകൊണ്ടേയിരുന്നു. മാഡം, ഫസ്റ്റ് റൈറ്റ് തിരിഞ്ഞാൽ കൃത്യം 1000 മീറ്റർ. അതാണ് സ്പോട്ട്. മാഡം, ഇനി 500 മീറ്റർ. ഇനി 150. മാഡം, സ്റ്റോപ്പ്. ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്നും വലതുവശത്ത് കൃത്യം 3 മീറ്റർ മാറിയാണ് GPS ലൊക്കേഷൻ കാണിക്കുന്നത്.
ചെവിയിലിരുന്ന ഇയർബഡ്സിലൂടെ സൈബർ സെല്ലിലെ അവസാന നിർദ്ദേശവും ലഭിച്ചു കഴിഞ്ഞപ്പോൾ ലേഖ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ശേഷം വലതുവശത്തുള്ള കുറ്റിക്കാടിനടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും റിയാസും മറ്റു പോലീസുകാരും ടോർച്ചുകളുമായി ലേഖയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. റിയാസ്, 3 മീറ്റർ റേഡിയസിൽ മുഴുവൻ സെർച്ച് ചെയ്യ. ക്യുക്ക്. ലേഖയുടെ ഉത്തരവ് കിട്ടിയതും പോലീസുകാർ കാടിനുള്ളിലേക്ക് പാഞ്ഞുകയറി. വാഴത്തോട്ടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നികളെ പോലെ അവർ വിനോദിനു വേണ്ടി തിരച്ചിൽ തുടങ്ങി. പേടിച്ചുപോയ അഞ്ജലി നീ? പാടില്ല, പേടിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ നൈറ്റ് ഡെവിൾസ് അല്ലേ? ബാംഗ്ലൂർ നഗരത്തിന്റെ തലതൊട്ടപ്പന്മാരുടെ രാത്രികൾക്ക് കാമസുഗന്ധം പകർന്നു നൽകിയിരുന്ന അവരുടെ സ്വന്തം ഡെവിൾസ്. അയാൾ പതിയെ അഞ്ജലിയുടെ കയ്യിൽ പതിച്ചിരുന്ന ടാറ്റുവിന്റെ മുകളിലൂടെ ഒന്ന് കൈയോടിച്ചു. നൈറ്റ് ഡെവിൾസിന്റെ മാത്രമായ ഔദ്യോഗിക ചിഹ്നം ND എന്നല്ലേ അഞ്ജലി? പക്ഷേ പുലിയായിരുന്ന നിനക്ക് ഈ പൂച്ചയുടെ മുഖഭാവം ചേരുന്നില്ല അഞ്ജലി. വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഇവിടെ എത്തിച്ചിട്ട് ഞാൻ ഇതുവരെ നിന്നെ കൊല്ലാതെ ബാക്കി വെച്ചത് എന്തിനാണെന്നറിയാമോ? അവരോരോരുത്തരും പിഴഞ്ഞു മരിക്കുന്നത് നിനക്ക് കാണാൻ വേണ്ടി. ഏറ്റവും ഒടുവിൽ ഏറ്റവും ക്രൂരമായി ഇഞ്ചിഞ്ചായി നിന്നെ കൊന്ന് നിന്റെ ശരീരത്തിലെ ഓരോ അണുവിൽ നിന്നും ജീവൻ പോകുന്ന തുടിപ്പുകൾ കണ്ടാസ്വദിക്കാൻ. ഒരുപക്ഷേ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഓർത്ത് ഞാൻ നിന്നെ കൊല്ലാതെ വിട്ടിരുന്നേനെ, നീ തെറ്റു ചെയ്തത് എന്നോട് മാത്രമായിരുന്നെങ്കിൽ. പക്ഷേ നീ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എണ്ണമറ്റതായിരുന്നു. എന്തിനേറെ നിന്റെ ഭർത്താവിനെ പോലും നീ ചതിച്ചു. ലഹരിയുടെ ലോകത്ത് അഴിഞ്ഞാടിപ്പോയപ്പോൾ ഏതോ ഒരുത്തൻ തന്ന വിത്താണ് നിന്റെ വയറ്റിൽ ഇപ്പോൾ വളരുന്നത്. അതിന്റെ തെളിവുകൾ പലതും നിന്റെ ഭർത്താവ് കിരണിന്റെ പക്കൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്കെന്തു പറ്റിയാലും അവനത് പ്രശ്നമല്ല. ഇവിടുന്ന് ഞാൻ നിന്നെ കൊല്ലാതെ വിട്ടാലും അവൻ നിന്നെ കൊല്ലും. അതിലും നല്ലത് എന്റെ കൈകൊണ്ട് നീ മരിക്കുന്നതാണ്. കുറഞ്ഞ പക്ഷം എന്റെ ഷഹാനയെ പോലെ നിങ്ങളുടെ ചതിയിൽ പൊലിഞ്ഞുപോയ ഒരുപാട് പെൺകുട്ടികളുടെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടും. അവസാന വാക്കുകൾ പറയുമ്പോൾ അയാളുടെ തൊണ്ടയൊന്നിടറി. എന്നാൽ എല്ലാ രീതിയിലും താൻ അകപ്പെട്ടുവെന്ന് മനസ്സിലായ അഞ്ജലിയിൽ നിന്നും ചെറിയൊരു തേങ്ങൽ പുറത്തേക്ക് വന്നു. ഏകദേശം അരമണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ലേഖയുടെ അടുത്തേക്ക് എത്തിയ റിയാസ് തന്റെ കയ്യിലിരുന്ന ഇയർ ഡോട്ട്സ് അവരെ കാണിച്ചു. മാഡം, അവർ വെൽ പ്ലാൻഡ് ആണ്. വിനോദ്, നൗ ഹീസ് ഇൻ മോർ ഡേഞ്ചർ. ബുൾഷിറ്റ്. മുഖത്തേക്ക് ഇരച്ചു കയറിയ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ ലേഖ വണ്ടിയുടെ ബോണറ്റിലേക്ക് ആഞ്ഞടിച്ചു. റിയാസ്, ഇവിടെ നിന്നും റോഡ് രണ്ടായി തിരിയുകയാണ്. വിനോദിനെ എങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോകാൻ സാധ്യത എന്നുള്ളതൊരു ഊഹവുമില്ല. സോ നമുക്ക് 2 ടീമായി പിരിഞ്ഞുകൊണ്ട് 2 വഴിക്ക് അന്വേഷിക്കുന്നതാകും ബെറ്റർ. ലേഖ തന്റെ പ്ലാൻ പറഞ്ഞു തീർന്നപ്പോഴാണ് റോഡിലൂടെ 2 പേർ നടന്നു വരുന്നത് കണ്ടത്. പോലീസ് വാഹനങ്ങൾ കണ്ടതും അവരൊന്ന് പരിങ്ങി. ഒരാൾ കയ്യിലിരുന്ന എന്തോ ഒന്ന് പിന്നിലേക്ക് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും റിയാസ് അവരെ അടുത്തേക്ക് വിളിച്ചു. ആദ്യമൊന്ന് മടിച്ച ശേഷം അവർ 2 പേരും പതിയെ റിയാസിന്റെ അടുത്തെത്തി. എന്താടാ ഒരു കള്ളലക്ഷണം? കയ്യിലെന്താടാ? റിയാസിന്റെ നിൽപ്പും ചോദ്യവും കൂടി ആയപ്പോൾ അവർ നന്നായി വിരണ്ടു. സാറേ, ഞങ്ങൾ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ്. ഇന്ന് എൻ്റെ മകളുടെ പിറന്നാളാണ്. അപ്പോ അതിനൊരു കുപ്പി വാങ്ങി വരുന്ന വഴിയാ സാറേ. കേസൊന്നും ആക്കല്ലേ സാറേ. ഉള്ള സത്യം പറഞ്ഞുകൊണ്ട് അതിലൊരാൾ റിയാസിനെ ദയനീയമായി നോക്കി. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ സംശയാസ്പദമായ രീതിയിൽ ഏതെങ്കിലും ആളുകളെയോ വാഹനങ്ങളെയോ കണ്ടിട്ടുണ്ടോ? ഇന്നോ അല്ലെങ്കിൽ മുൻപെപ്പോഴെങ്കിലുമോ? ഇല്ല സാറേ, ഇവിടെ കൂടുതലും എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ മുഴുവൻ അവരുടെ വീടുകളാണ്. പിന്നെ ഈ റോഡിൽ നേരെ പോയാൽ തെന്മല ആര്യങ്കാവ് ചെല്ലും. അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് ധാരാളം വണ്ടികൾ പോകാറുണ്ട്. പിന്നെ ആ വലത്തേക്കുള്ള റോഡിൽ തിരിഞ്ഞു പോയാൽ 20 മിനിറ്റ് കൊണ്ട് അഞ്ചലെത്തും. പക്ഷേ അത് എസ്റ്റേറ്റിൽ കൂടിയുള്ള വഴിയായതുകൊണ്ട് അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആംബുലൻസുകാരാണ് കൂടുതലും ആ വഴിക്ക് പോകാറുള്ളത്. അയാളുടെ മറുപടി കേട്ട് ലേഖ അല്പസമയം എന്തോ ആലോചിച്ചു നിന്ന ശേഷം അയാളുടെ അടുത്തേക്ക് ചെന്നു. ഈ പറഞ്ഞ വഴിയിൽ ആൾതാമസമില്ലാത്ത വീടുകളോ കെട്ടിടങ്ങളോ എന്തേലും ഉണ്ടോ? സാറേ, ആ വഴിക്ക് ആൾതാമസമില്ല. പിന്നെ കുറെ പണ്ട് എസ്റ്റേറ്റ് ജോലിക്കാർ താമസിച്ചിരുന്ന കുറെ വീടുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. പിന്നെയുള്ളത് വീടല്ല, എസ്റ്റേറ്റിന്റെ നടുവിലുള്ള ഒരു വലിയ കെട്ടിടമാണ്. ഇവിടെ നിന്ന് നേരെ പോയി വലത്തേക്ക് തിരിയുന്ന റോഡ് അവസാനിക്കുന്നത് ഈ പറഞ്ഞ എസ്റ്റേറ്റില. പണ്ടായ എസ്റ്റേറ്റ് പ്രവർത്തിച്ചിരുന്ന സമയത്ത് സ്റ്റോക്ക് സൂക്ഷിക്കാൻ പണിഞ്ഞ ഗോഡൌൺ ആണത്. അവിടെ വർഷങ്ങളായി ജോലിയില്ല, എല്ലാം പൂട്ടിപ്പോയി. പക്ഷേ 4-5 വർഷങ്ങൾക്ക് മുമ്പ് അതേതോ ലണ്ടൻകാരോ അമേരിക്കക്കാരോ വാങ്ങിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരും ഈ വഴിക്ക് വന്നിട്ടില്ല. അയാളുടെ മറുപടി കേട്ടതും ഒരു നിമിഷം പോലും പാഴാക്കാതെ ലേഖ വണ്ടിയിലേക്ക് കയറി. ഒന്നിനു പിറകെ ഒന്നായി പോലീസ് വാഹനങ്ങൾ അയാൾ പറഞ്ഞ ഗോഡൌൺ ലക്ഷ്യമാക്കി ഇരമ്പിപ്പാഞ്ഞു.
അഞ്ജലിയെ രക്ഷിക്കാൻ തനിക്കാവില്ലെന്ന് വിനോദിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വയം രക്ഷപ്പെടാനുള്ള ഒരു പഴുതിനു വേണ്ടി അയാളുടെ കണ്ണുകൾ ആ മുറിയിലൂടെ ഇഴഞ്ഞു നടന്നു. അപ്പോഴേക്കും ആ മനുഷ്യൻ അഞ്ജലിയെ സ്ലാബിന് മുകളിലേക്ക് മലർത്തിക്കിടത്തി കൈകാലുകൾ ബന്ധിച്ചിരുന്നു. ക്രൂരമായ ഒരു ചിരിയോടെ അയാൾ തിളങ്ങുന്നൊരു കത്തിയുമായി അഞ്ജലിയുടെ ചുറ്റുമൊന്നും നടന്നു. പിന്നെ പതിയെ കയ്യിലിരുന്ന കത്തി അഞ്ജലിയുടെ നെറ്റിയുടെ മുകളിലേക്ക് പതിയെ കുത്തിപ്പിടിച്ചു. അഞ്ജലി, ആദ്യം ഞാൻ നിന്റെ കണ്ണുകൾ എടുക്കട്ടെ, അതോ നിന്റെ ചെവികൾ എടുക്കണോ? നീ തന്നെ പറ. എന്നെ കൊല്ലരുത്. അറിയാതെ പറ്റിപ്പോയതാ. ഒരു തെറ്റും ഞാനിനി ചെയ്യില്ല. കരച്ചിലിനിടയിൽ അഞ്ജലിയുടെ വായിൽ നിന്നും വിക്കി വിക്കി പുറത്തേക്ക് വന്ന വാക്കുകൾ കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. വിറയ്ക്കുന്ന അവളുടെ ശരീരത്തിലേക്ക് കൈയമർത്തിക്കൊണ്ട് വിനോദിനെ ഒന്ന് നോക്കി. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? ഇതാണ് ചെകുത്താൻ കുരുതി. ഈ ഭൂമിയിൽ ആവശ്യമില്ലാത്ത ചെകുത്താന്റെ സ്വഭാവമുള്ള മനുഷ്യമൃഗങ്ങളെ കൊന്നു തിന്നുന്ന കുരുതി. പറഞ്ഞു തീർന്നതും വിനോദിന്റെ അടുത്തേക്ക് ചെന്ന അയാൾ വിനോദിനെ നിലത്തുകൂടി വലിച്ചെടുത്ത് അഞ്ജലിയെ കിടത്തിയിരുന്ന സ്ലാബിന്റെ വശത്തേക്ക് ചാരിയിരുത്തി. ഒരു കഥ പറയാം. നിന്നോട് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ കഥ അവസാനിക്കുമ്പോൾ ഇവളുടെ ഒപ്പം നീയും പരലോകത്തേക്ക് പോകും. നിന്നോട് എനിക്ക് പകയില്ല. പക്ഷേ നിന്നെ ജീവനോടെ വിട്ടാൽ അതെന്നും എനിക്ക് ഒരു ബാധ്യതയാകും. വന്യമായൊരു ചിരിയോടെ അയാൾ തന്റെ കഥ പറയാൻ വിനോദിന്റെ അടുത്തേക്കിരുന്നു. ഞാൻ എഡ്വേർഡ് ജോൺ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാണനെ പോലെ സ്നേഹിച്ചൊരു പെൺകുട്ടിയുണ്ടായിരുന്നു, ഷഹാന. 2 മതത്തിൽപ്പെട്ടവരുടെ പ്രണയം എല്ലാവരാലും എതിർക്കപ്പെട്ടപ്പോൾ ചില സുഹൃത്തുക്കൾ വഴി ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു. സന്തോഷകരമായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു ദിവസം ഒരാൾ കടന്നു വന്നു. അത് ഇവളായിരുന്നു, അഞ്ജലി. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ഇവൾ പെരുമാറി. എന്നാൽ ഒരു ദിവസം ഓഫീസിൽ നിന്നും തിരികെ എത്തി എനിക്ക് ഷാഹിനയെ വീട്ടിൽ എങ്ങും കണ്ടെത്താനായില്ല. അവളെ അന്വേഷിച്ച് ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അലഞ്ഞു. പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി. ഒടുവിൽ ഞാൻ ഇവളുടെ ഫ്ലാറ്റിൽ ചെന്നു. അപ്പോഴാണ് ശരിക്കും ഞാൻ തകർന്നത്. ചതിക്കപ്പെട്ട കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്. അതേസമയം പുറത്ത് ലേഖയുടെ നേതൃത്വത്തിൽ പോലീസ് ആ കെട്ടിടത്തെ മുഴുവനായി വളഞ്ഞിരുന്നു. പുറത്തെ കരിയിലകളുടെ മുകളിൽ പതിയുന്ന തങ്ങളുടെ തന്നെ കാലടി ശബ്ദം ചിലരിലെങ്കിലും ചെറിയൊരു ഭീതി ഉണർത്തിയിരുന്നു അപ്പോഴേക്കും. എങ്കിലും കയ്യിലെ പിസ്റ്റൾ ഒന്നുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് ലേഖ റിയാസിന്റെ മുൻപിലായി ഓരോ ചുവടുകളും കൃത്യമായ കണക്കുകൂട്ടലുകളോടെ എടുത്തുവെച്ചു. നിമിഷ നേരം കൊണ്ട് ആ കെട്ടിടത്തിന്റെ പിൻവശത്തെത്തിയ ലേഖയും റിയാസും മറ്റുള്ളവരോട് പുറത്തു തന്നെ നിൽക്കാൻ പറഞ്ഞ ശേഷം അകത്തേക്ക് കടക്കാനുള്ള ഇരുമ്പ് കയറ്റി ചാടിക്കടന്നു. വളരെ സൂക്ഷ്മതയോടെ ഓരോ ചുവടും എടുത്തു വയ്ക്കുമ്പോഴും അവരുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയരാൻ തുടങ്ങി. കൂരാക്കൂരിരട്ടിൽ ചീവീടുകളുടെ ശബ്ദം അവരുടെ കർണപടങ്ങളെ തുളച്ചു കയറിക്കൊണ്ടേയിരുന്നു. ഉടനെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതും ലേഖ ഒന്നും ഞെട്ടി. കയ്യിലെ സ്മാർട്ട് ബാൻഡിൽ പുറത്തു നിൽക്കുന്ന ഒരു ഓഫീസറുടെ നമ്പർ കണ്ടതും ലേഖ കോൾ അറ്റൻഡ് ചെയ്തു. മാഡം, ഇവിടെ കാടിനകത്ത് ഒരു ആംബുലൻസ് കിടപ്പുണ്ട്. ശബ്ദം വളരെ താഴ്ത്തിയാണ് അയാളത് പറഞ്ഞത്. ഓക്കെ, സ്റ്റേ ഓൺ ലൈൻ ആൻഡ് വെയിറ്റ് ഫോർ മൈ കമാൻഡ്. അയാൾക്ക് മറുപടി നൽകിക്കൊണ്ട് പെൻ ടോർച്ച് തെളിയിച്ച് ലേഖ പതിയെ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് കുറച്ചു മുൻപിലായി നിലത്തെ ഒരു ടൈലിന്റെ ഇടയിൽ കൂടി ഒരു നേർത്ത പ്രകാശം പുറത്തേക്ക് അരിച്ചിറങ്ങുന്നത് കണ്ടതും ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവർ തരിച്ചു നിന്നു. അത്രയും സമയം എഡ്വേർഡ് പറഞ്ഞത് മുഴുവനും ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടെയും കൗതുകത്തോടെയും വിനോദ് കേട്ടിരിക്കുകയായിരുന്നു. ബാക്കി കൂടി കേൾക്കാനുള്ള ആകാംക്ഷ അയാളുടെ മുഖത്തു നിന്ന് വായിച്ചെടുത്തുകൊണ്ട് എഡ്വേർഡ് വിനോദിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു കൊണ്ട് തന്റെ കഥ തുടർന്നു. അന്ന് അഞ്ജലിയുടെ ഫ്ളാറ്റിൽ ഷഹാനെ അന്വേഷിച്ചെത്തിയ എന്നോട് ഇവളൊരു പരിചയവുമില്ലാത്ത പോലെ പെരുമാറി. നിയന്ത്രണം വിട്ടുപോയ ഞാനിവളെ തല്ലി. അതിനു പകരമായി പിടിപാടുകൾ ഉപയോഗിച്ച് എന്നെ ഇവൾ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി. 6 മാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞാൻ സത്യം അന്വേഷിച്ചിറങ്ങി. നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ഞാൻ ഇവരുടെ ഡെവിൾസ് ഗ്യാങ്ങിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും ശേഖരിച്ചു. അഞ്ജലി, ജാസ്മിൻ, വർഷ, സൂസൻ, ബാംഗ്ലൂർ നഗരത്തിന്റെ പണച്ചാക്കുകളുടെ സ്വന്തം ഡെവിൾസ്. സുന്ദരിയായ പെൺകുട്ടികളെ മോഡലിംഗ് എന്ന ഇരയിൽ കുടുക്കി ഇവർ ജാസ്മിന്റെ അടുത്തെത്തിക്കും. ജാസ്മിനിലൂടെ അവർ പലരുടെയും കിടപ്പുമുറികളിലും. അവരെ അനുസരിച്ച് നിൽക്കുന്നവർക്ക് കൂടുതൽ പണം, അവസരങ്ങൾ. അതായിരുന്നു നൈറ്റ് ഡെവിൾസിന്റെ രീതി. കൈനിറയെ പണം, ഡ്രഗ്സ്, വലിയ ബന്ധങ്ങൾ, ആഘോഷകരമായ ജീവിതം. ഇതെല്ലാം അവരെ മനുഷ്യനല്ലാതാക്കി. ഇവരുടെ ആവശ്യത്തിന് വഴങ്ങാതിരുന്ന ഷഹാനയെ അവർ ബലപ്രയോഗത്തിലൂടെ പലർക്കും കാഴ്ചവെച്ചു.
ഒടുവിൽ ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ട അവളെ എവിടെയോ കുഴിച്ചുമൂടി. അതോടുകൂടി ഇവരെ 4 പേരെയും ശിക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് തനിച്ചതാകില്ലായിരുന്നു. അതിനുവേണ്ടി അവർ മൂലം ജീവിതം നഷ്ടപ്പെട്ട പലരെയും ഞാൻ കണ്ടു. പക്ഷെ അവർക്കൊക്കെ പേടിയായിരുന്നു, ഒരാൾക്കൊഴികെ. സ്വന്തം അനിയത്തിയെ എന്നെപ്പോലെ നഷ്ടമായ അലീമ എന്ന പെൺകുട്ടി. എഡ്വേർഡിന്റെ ഓരോ വാക്കുകളും ഓരോ പ്രകമ്പനങ്ങളായി വിനോദിന്റെ നെഞ്ചിൽ പതിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിനോദിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എഡ്വേർഡ് തന്റെ കഥ തുടർന്നു. വ്യക്തമായ പ്ലാനോടെ ഞങ്ങൾ കാത്തിരുന്നു. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്ത്. അലീമയുടെ സഹോദരിയുടെ മരണത്തോടുകൂടിയുണ്ടായ പ്രശ്നങ്ങളിൽ അവർ 4 പേരും ബാംഗ്ലൂർ വിട്ട് പരസ്പരമുള്ള എല്ലാ കോണ്ടാക്റ്റുകളും ഉപേക്ഷിച്ചു. പക്ഷേ ഞങ്ങൾക്കവർ ഒരുമിക്കണമായിരുന്നു. അവരെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണമായിരുന്നു. അതിനുവേണ്ടി അവരെ പല ഫേക്ക് ഐഡികൾ ഉപയോഗിച്ച് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എത്തിച്ചു. അതിലൂടെ ഒരു മീറ്റപ്പ് പ്രോഗ്രാമിലും. അന്ന് അവിടെ വെച്ചുണ്ടായ ചെറിയൊരു പ്രശ്നം ഞങ്ങൾ മുതലെടുത്തു. ടെൻഷനിൽ നിന്ന് അവരിലേക്ക് ഡ്രിങ്ക്സിലൂടെ അവർ പതിയെ മറന്നു തുടങ്ങിയ ടാബ്ലറ്റിന്റെ ലഹരി ഞങ്ങൾ വീണ്ടും എത്തിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ ഞങ്ങളെ തേടി വീണ്ടും എത്തി. അതുതന്നെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടതും. കൃത്യമായ രൂപമാറ്റത്തിലൂടെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഞങ്ങൾ മാറി. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പണവുമായി അവർ ലഹരി തേടി ഞങ്ങളുടെ അടുത്തേക്കെത്തി. യാതൊരു സംശയവുമില്ലാതെ തന്നെ. ഇതിനൊക്കെ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നത് 5 വർഷമാണ്. ഇവളുടെ കൂടെ ജീവനെടുത്ത് കഴിയുമ്പോൾ ഒരുപാട് ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടും. പക്ഷേ ഇതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത 2 പോലീസുകാരെ കൂടി ഞങ്ങൾ കൊല്ലേണ്ടി വന്നു. അവിടെ പറഞ്ഞു നിർത്തുമ്പോൾ എഡ്വേർഡിന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് വിനോദിന് തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാൽ അടുത്ത നിമിഷം എഡ്വേർഡിന്റെ മുഖം മാറി. ഒരു ചെന്നായെ പോലെ അയാൾ ചെവികൾ കൂർപ്പിച്ചു. ഒരേ സമയം അയാളുടെ മുഖത്ത് ക്രൂരഭാവവും സങ്കടവും പുഞ്ചിരിയും കണ്ടതും നെഞ്ചിൽ ഒരു കൊള്ളിയാൻ വന്ന് പതിച്ചതുപോലെ വിനോദൊന്നും നടുങ്ങി. അടുത്ത നിമിഷം അലറിക്കൊണ്ട് ചാടിയെഴുന്നേറ്റ് എഡ്വേർഡ് മൂർച്ചയേറിയ വലിയൊരു കത്തിയെടുത്ത് അഞ്ജലിയുടെ കഴുത്തിനു നേരെ വെച്ചതും ഫ്രീസർ മുറിയുടെ വാതിൽ 2ആയി പിളർന്ന് നിലത്തേക്ക് പതിച്ചതും ഒരുമിച്ചായിരുന്നു. ഒരു ഉൾക്കിടലത്തോടെ അവിടേക്ക് നോക്കി വിനോദ് കണ്ടത് കയ്യിൽ പിസ്റ്റളുമായി നിൽക്കുന്ന ലേഖയെയും റിയാസിനെയുമായിരുന്നു. അലീമയെ പ്രതീക്ഷിച്ചെടുത്ത് മറ്റൊരാളെ കണ്ടതും ലേഖയും റിയാസും പരസ്പരം ഒന്നും മനസ്സിലാകാതെ മുഖത്തോട് മുഖം നോക്കി. എന്നാൽ അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എഡ്വേർഡിന്റെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നു. പ്രതീക്ഷകൾ ചെറുതായൊന്ന് തെറ്റിയല്ലേ അസിസ്റ്റന്റ് കമ്മീഷണർ? സാരമില്ല, തെറ്റു ശരിയൊക്കെ പതിയെ മനസ്സിലാകും. കയ്യിലിരിക്കുന്ന തോക്കിന്റെ ബലത്തിൽ ഹീറോയിസം കാണിച്ചാൽ നമ്മളെല്ലാരും കൂടി അങ്ങ് മേപ്പോട്ട് പോകും. മരിക്കാൻ എനിക്ക് പേടിയില്ല. നിങ്ങൾക്കും ഇല്ലെങ്കിൽ യു ക്യാൻ ട്രൈ യുവർ ലക്ക്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് നിങ്ങൾ ഇവനെ എന്റെ മുൻപിലേക്ക് ഇട്ടു തന്നപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ്. അത് പറയുമ്പോൾ എഡ്വേർഡ് വിനോദിനെ ഒന്ന് നോക്കി. മാഡം, ഓൾവേസ് ഐ ഹാവ് ടു പ്ലാൻ. നിങ്ങൾ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഞാനത് ചെയ്തില്ല. അതുകൊണ്ട് ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചു. അതിനുവേണ്ട പ്രതിവിധിയും ചെയ്തു. അതിനിതാ ഈ റിമോട്ടിൽ എൻ്റെ ഒരു വിരൽ അമരുന്ന സമയം ധാരാളം. സോ ഡ്രോപ്പ് യുവർ ഗൺസ് ഡിയർ ഓഫീസേഴ്സ്. കയ്യിലിരുന്ന റിമോട്ട് ലേഖയുടെയും റിയാസിന്റെയും നേർക്കുയർത്തിക്കൊണ്ട് എഡ്വേർഡ് ആജ്ഞാപിച്ചു. തങ്ങളുടെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ലെന്ന് മനസ്സിലായ ലേഖ പതിയെ പിസ്റ്റൾ നിലത്തേക്കിട്ടു. അത് കണ്ട റിയാസും പതിയെ നിലത്തേക്ക് കുനിഞ്ഞു. എന്നാൽ അപ്രതീക്ഷിതമായി റിയാസ് മുകളിലേക്ക് നിവർന്നു. എഡ്വേർഡിന് നേരെ തോക്കു ചൂണ്ടി കാഞ്ചി വലിക്കാൻ തുടങ്ങിയതും ഇരുളിലൂടെ പാഞ്ഞു വന്ന ഒരു ഇരുമ്പുവടി റിയാസിന്റെ കയ്യിലേക്ക് പതിഞ്ഞതും ഞൊടിയിടയിൽ കഴിഞ്ഞു. ഒരു അലർച്ചയോടെ ഒരു കൈകൊണ്ട് മറുകൈ അമർത്തിപ്പിടിച്ചു റിയാസ് നിലത്തേക്കിരുന്നതും ഇരുളിലൂടെ ഉയർന്നു വന്ന ഒരാൾ ലേഖയെ ചവിട്ടിത്തെറിപ്പിച്ചു. അപ്രതീക്ഷിതമായി കിട്ടിയ ചവിട്ടിൽ ഒരു വശത്തേക്ക് തെറിച്ചു വീണ ലേഖ നിലത്തു നിന്നും എഴുന്നേൽക്കും മുൻപേ ചുരുട്ടിപ്പിടിച്ച മുഷ്ടി ലേഖയുടെ മുഖത്തേക്ക് പതിച്ചിരുന്നു. ഞൊടിയിടയിൽ നിലത്തുകൂടി ഒന്ന് കരണം മറിഞ്ഞ് റിയാസിന്റെ അടുത്തെത്തിയ ആ രൂപം കൈകൾ മുകളിലേക്ക് ഉയർത്തി കൃത്യം റിയാസിന്റെ നെഞ്ചിൽ തന്നെ മുഷ്ടി പതിപ്പിച്ചു. അടുത്ത നിമിഷം ലേഖയുടെ നേരെ ആ രൂപം തിരിഞ്ഞതും ലേഖയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. അറിയാതെ തന്നെ ലേഖയുടെ ചുണ്ടുകൾ ആ പേരുച്ചരിച്ചു. അലീമ. ഒരു നിമിഷം പോലും പാഴാക്കാതെ തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന അലീമയുടെ കയ്യിൽ തിളങ്ങുന്ന കത്തി കണ്ടതും ലേഖ നിലത്തുകൂടി പിന്നിലേക്ക് അല്പം നിരങ്ങി നീങ്ങി. ഇതെല്ലാം കണ്ട് എഡ്വേർഡ് ക്രൂരമായി ഒന്ന് ചിരിച്ചു. അടുത്ത നിമിഷം അയാൾ അഞ്ജലിയുടെ കഴുത്ത് ലക്ഷ്യം വെച്ച് കയ്യിലിരുന്ന കത്തി മുകളിലേക്ക് ഉയർത്തിയതും വിനോദ് സ്ലാബിന്റെ ഒരു വശത്തേക്ക് കൈകൾ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് ഉയർന്നു. എഡ്വേർഡിന്റെ മുകളിലേക്ക് മറഞ്ഞു. അതൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന എഡ്വേർഡ് ഒരു വശത്തേക്ക് തെറിച്ചു വീണു.
ആ ഒരു നിമിഷം തന്നെ ധാരാളമായിരുന്നു ലേഖയ്ക്ക്. നിലത്ത് കിടന്നുകൊണ്ട് കൈകൾ പിന്നിലേക്ക് കുത്തി ലേഖ മുകളിലേക്ക് ഉയർന്നുകൊണ്ട് തന്റെ കഴുത്തിനു നേരെ നീണ്ടുവന്ന അലീമയുടെ കത്തിപ്പിടിച്ചിരുന്ന കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ചു. ഒന്ന് വട്ടം കറക്കിക്കൊണ്ട് വലതു കൈകൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ച് മുഖം താഴേക്ക് കുനിച്ചു. ലേഖ തന്റെ വലതു മുട്ടുകാൽ മുകളിലേക്ക് ഉയർത്തി. കൃത്യം മൂക്കിനും മുഖത്തും ചേർന്ന് കിട്ടിയ ഇടിയിൽ തലകറങ്ങിപ്പോയ അലീമ പിന്നിലേക്ക് മലച്ചു. എന്നാൽ അതേ വേഗത്തിൽ വീണ്ടും അലീമയെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് ലേഖ അവളെ കുനിച്ചു നിർത്തി നട്ടലിൽ കൈമുട്ട് മടക്കിയിടിച്ചു. ആ ഇടിയിൽ ശ്വാസം മുട്ടിപ്പോയ അലീമ അലറിക്കൊണ്ട് നിലത്തേക്ക് വീണു. ഒരു നിമിഷം പോലും പാഴാക്കാതെ ലേഖ അലീമയുടെ കയ്യിലിരുന്ന കത്തി കൈക്കലാക്കിക്കൊണ്ട് വിനോദിന് നേരെ പാഞ്ഞെടുക്കുന്ന എഡ്വേർഡിന് നേരെ വീശിയെറിഞ്ഞു. വായുവിലൂടെ ചീറിപ്പാഞ്ഞെത്തിയ മൂർച്ചയേറിയ കത്തി എഡ്വേർഡിന്റെ വലതു തോളിലൂടെ തുളച്ചു കയറി. നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് വീണ എഡ്വേർഡിന്റെ അടുത്തേക്ക് കുതിച്ചെത്തിയ ലേഖ അവനെ നിലത്തു നിന്ന് വലിച്ചുയർത്തി സ്ലാബിനു മേലേക്ക് വലിച്ചെറിഞ്ഞു. സ്ലാബിന്റെ ഒരു വശത്തെ ടൈലുകൾ തകർത്തുകൊണ്ട് നിലത്തേക്ക് വീണ എഡ്വേർഡ് ഒന്ന് ഞരങ്ങി. അപ്പോഴേക്കും ഓടിയെത്തിയ റിയാസ് വിനോദിന്റെ കൈകാലുകളിലേക്ക് കെട്ടഴിച്ചു മാറ്റി. വിനോദ്, അഞ്ജലിയെ കെട്ടടിച്ച് വേഗം മുകളിലേക്ക് എത്തിക്ക്. റിയാസ്, രണ്ടിനെയും പിടിച്ചുകെട്ട്. അലറും പോലെയായിരുന്നു ലേഖയുടെ ശബ്ദം. പെട്ടെന്ന് തന്നെ വിനോദ് അഞ്ജലിയുടെ കൈകാലുകളിലേക്ക് കെട്ടഴിച്ചു. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കറുത്ത വലിയൊരു കോട്ടെടുത്ത് അവളുടെ നഗ്നത മറച്ച ശേഷം അഞ്ജലിയും കൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ അയാൾ എഡ്വേർഡിനൊന്ന് നോക്കി. അപ്പോഴും അയാളുടെ മുഖത്ത് മായാതെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് കാന്തടുപ്പിക്കുന്ന വലിയൊരു ശബ്ദം കേട്ട് ലേഖയും റിയാസും ഒരുപോലെ നടുങ്ങി. ഏതാനും നിമിഷം കഴിഞ്ഞതും ഭയന്നു വിറച്ചകത്തേക്ക് ഓടിവന്ന വിനോദ് പുറത്തേക്ക് വിരൽ ചൂണ്ടി. അവിടെ ശരീരമാസകലം തീയുമായി ഓടുന്ന അഞ്ജലിയെ കണ്ടതും അവർ ഞെട്ടിവിറച്ചു. അധികം വൈകാതെ തന്നെ ആ കെട്ടിടത്തിനു ചുറ്റും നാട്ടുകാരും പത്രക്കാരും ആംബുലൻസും മറ്റു വാഹനങ്ങളും നിറഞ്ഞു. നിമിഷ നേരം കൊണ്ട് തന്നെ മുഴുവൻ ചാനലുകളിലും സീരിയൽ കില്ലേഴ്സിനെ പിടികൂടിയ വിവരം ഫ്ലാഷ് ന്യൂസായി വരാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം പുറത്തേക്ക് സ്ട്രെച്ചറിൽ പുതച്ചുകൊണ്ടുവന്ന കത്തിയമർന്ന അഞ്ജലിയുടെ ശരീരം ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ ഒരു നിമിഷം ലേഖ നിർനിമേഷയായി നോക്കി നിന്നു. താമസിയാതെ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയവരെ കാണാൻ നാട്ടുകാർ തിങ്ങി നിറഞ്ഞു തിരക്കുകൂട്ടി. അവരേതോ അന്യഗ്രഹ ജീവികളെ കാണും പോലെ അവരെ തുറച്ചു നോക്കി. ചിലർ ചീത്ത പറഞ്ഞു. എന്നാൽ മുഖത്തെ ചിരി മായാതെ തന്നെ എഡ്വേർഡും അലീമയും പോലീസ് വാഹനത്തിലേക്ക് കയറി. തിരികെയുള്ള യാത്രയിൽ തന്റെ എതിർവശത്തിരിക്കുന്ന വിനോദിനെ നോക്കി എഡ്വേർഡ് ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ വിനോദിന്റെ മനസ്സ് കുറച്ച് മിനിറ്റുകൾ പിന്നിലേക്ക് പോയി. ആദ്യം ചെയ്യുന്നത് തെറ്റെന്ന് തോന്നിയെങ്കിലും ആ ചിന്ത മറന്നുകൊണ്ട് തന്നെ മനഃപൂർവ്വം ആ കോട്ട് അഞ്ജലിയെ ധരിപ്പിച്ചതും നിലത്ത് കിടന്ന റിമോട്ട് പതിയെ കാലുകൊണ്ട് എഡ്വേർഡിന്റെ അടുത്തേക്ക് തട്ടിയിട്ട് കൊടുത്തതും അഞ്ജലിയിൽ നിന്നും അകലം പാലിച്ചു നിന്നതുമെല്ലാം ഒരു തിരശീല എന്ന പോലെ വിനോദിന്റെ മനസ്സിൽ മിന്നിമാഞ്ഞു. ചെയ്തത് തെറ്റല്ല, പൂർണ്ണമായും ശരിയാണ്. കാരണം ഒരു നേഴ്സാകാൻ ആഗ്രഹിച്ച് ബാംഗ്ലൂരിലേക്ക് പോയ തന്റെ അനിയത്തി അവസാനമായി ഫോണിലൂടെ പറഞ്ഞ വാക്കുകളിൽ ബാംഗ്ലൂരിലെ പുതിയ സുഹൃത്തുക്കളും മോഡലിംഗ് കമ്പനിയുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. പിന്നീട് അവളുടെ സ്വരം താൻ കേട്ടിട്ടില്ല. അവളുടെ കുസൃതി നിറഞ്ഞ മുഖം കണ്ടിട്ടില്ല. തിരക്ക് പിടിച്ച നഗരത്തിൽ എവിടെയോ അവൾ അലിഞ്ഞില്ലാതായിപ്പോയി. അവളുടെ ഓർമ്മകളിൽ നെഞ്ചുനീറി പൊട്ടുമ്പോഴും പുറത്തേക്ക് കുതിക്കാൻ തിടക്കം കൂട്ടിയ കണ്ണുനീരിനെ മറച്ചുകൊണ്ട് വിനോദ് എഡ്വേർഡിന് തിരിച്ചൊരു പുഞ്ചിരി നൽകി. അധികം ദിവസങ്ങൾ വൈകാതെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പുകൾക്കും ഫോർമാലിറ്റികൾക്കും ശേഷം കോൺസ്റ്റബിൾ രാജേഷിന്റെയും സുധാകരന്റെയും ഉൾപ്പെടെ 6 കൊലപാതകങ്ങൾ എഡ്വേർഡിന്റെയും അലീമയുടെയും പേരിലേക്ക് ചേർത്തുകൊണ്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. 2 വർഷങ്ങൾക്ക് ശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് പരിസരം. അല്ല സാറേ, ഇന്നെന്താ ഓഫീസിലൊരു തിരക്കും ബഹളമൊക്കെ? നമ്മുടെ രേഖ മാഡം ബൊക്കെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നതും കണ്ടു. ചൂട് ചായ കോൺസ്റ്റബിൾ നാരായണന്റെ മുൻപിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ജോപ്പൻ ആകാംക്ഷയോടെ ചോദിച്ചു. ആ അതോ, നീ ഇന്നത്തെ പത്രം എടുത്ത് മുൻപേജിലെ വാർത്ത ഒന്ന് വായിച്ചേ. ഇതെന്തു കൂത്ത്? പെറുപെറുത്തുകൊണ്ട് ജോപ്പൻ പത്രമെടുത്ത് മുൻപേജിലെ വാർത്ത വായിക്കാൻ തുടങ്ങി. 2 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ പോലും നടുക്കിക്കൊണ്ട് 6 കൊലപാതകങ്ങൾ നടത്തുകയും അതിൽ 3 പേരുടെ ശരീരം ഭക്ഷണമാക്കുകയും ചെയ്ത അതിക്രൂരമായ പ്രതികളുടെ വധശിക്ഷ ഇന്ന് പുലർച്ചെ 4 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നടപ്പിലാക്കി. ഇത് രാവിലെ ഞാൻ ഒന്ന് വായിച്ചതാ സാറേ. ഞാൻ ചോദിച്ചതുമായിട്ട് ഇതിനെന്താ ബന്ധം? ജോപ്പൻ തല ചൊറിഞ്ഞുകൊണ്ട് നാരായണനെ തുറച്ചു നോക്കി. ഡാ ജോപ്പ, ഇന്ന് കമ്മീഷണറായി ചാർജ് എടുക്കുന്ന മാഡമാണ് ഈ കേസ് അന്വേഷിച്ച് പ്രതികളെ പിടിച്ചത്.
അവർക്കുള്ള സ്വീകരണ പരിപാടിയാണ് അവിടെ നടക്കുന്നത്. മനസ്സിലായോ? നാരായണൻ പറഞ്ഞു തീർന്നതും നീട്ടി ഹോണടിച്ചുകൊണ്ട് കടയുടെ മുൻപിലൂടെ പൊടിപറത്തി പാഞ്ഞുപോയ വൈറ്റ് ഇന്നോവ കമ്മീഷണർ ഓഫീസിന്റെ ഗേറ്റ് തിരിഞ്ഞ് അകത്തേക്ക് കയറി. അത് കണ്ടതും കുടിച്ച ചായ പാതിയിൽ ഉപേക്ഷിച്ച് നാരായണൻ തിടുക്കത്തിൽ ഗേറ്റിലേക്ക് ഓടി. അപ്പോഴേക്കും ഉറച്ച കാൽവയ്പോടെ കാറിൽ നിന്നും കൊച്ചി നഗരത്തിന്റെ പുതിയ പോലീസ് കമ്മീഷണർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കൃഷ്ണലേഖ IPS. ഈ കഥ ഇവിടെ അവസാനിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.